പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേൾക്കാം ഇന്നത്തെ കഥ ഉറൂബിൻ്റെ പടച്ചോൻ്റെ ചോറ്. ഒരു ചെറിയ ഉദ്യോഗവുമായി ഈ പട്ടണത്തിൽ വന്ന് വണ്ടി ഇറങ്ങിയപ്പോൾ എവിടെ താമസിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിനെ പറ്റിയൊന്നും എനിക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല. പട്ടണത്തിൽ ഞാൻ ആരെയും അറിയില്ല, ആരും എന്നെയും അറിയാൻ വഴിയില്ല. വല്ല ഹോട്ടൽ മുറിയിലും കഴിച്ചുകൂട്ടണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ പെട്ടിയും തൂക്കി പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് കടക്കുവാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്ന് പിമ്പിൽ നിന്നൊരാൾ ചുമലിൽ തട്ടി ചോദിച്ചു, "നിക്കി നായരേ, എന്തിരുത്തു പന്നിപ്പാച്ചിലായത്?" ഞാൻ തിരിഞ്ഞു നോക്കി. നമ്മുടെ മൗലവി. ആ സമയത്ത് മൗലവി അവിടെ കാണുമെന്ന് ഞാൻ തീരെ ഓർത്തിട്ടില്ല. എന്നല്ല, അനേക ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മൗലവിയെപ്പറ്റി തന്നെ ഓർത്തിട്ടില്ല. അതുകൊണ്ട് എനിക്കല്പം അമ്പരപ്പാണുണ്ടായത്. ആര്? മൗലവിയോ? അല്ല, സെയ്ത്താൻ. മൗലവി സ്വത്തസിദ്ധമായ പ്രതിപക്ഷ സ്വരത്തോടെ തുടർന്നു. എന്തിരുത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എനിക്ക് ഉദ്യോഗം കിട്ടിയ കഥ ഞാൻ ഈ മൗലവിയോട് പറഞ്ഞു. അങ്ങോർ ഒന്ന് ചിരിച്ചു. ഇപ്പോൾ തോന്നേണ്ടത് തോന്നി. എന്തേ മൗലവി? ഞമ്മൾ വിചാരിച്ച് എൻ്റെ മോൻ ഇപ്പോഴും നാട് നന്നാക്കാൻ നടക്കാന്ന്. അതിമ്മണി എളുപ്പം കൂടുന്ന പണിയാ. താനായിട്ട് ഒന്നും ചെയ്യണ്ടല്ലോ, മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്തിരുത്തിനെ ആ ചൂളിലുള്ള പണി വിട്ടത്? അതൊരു കാലം മൗലവി, അതൊക്കെ കഴിഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾ നേതാവൂലേ? അല്ല പോട്ടെ, ഇപ്പോൾ എവിടെ താമസിക്കണു? തീർച്ചയാക്കിയിട്ടില്ല. അതാണിപ്പോൾ ഒരു പ്രശ്നം. വിരോധം ഇല്ലാച്ചാൽ നമ്മുടെ കൂടെ കൂടാം. കിടക്കാനും ഇരിക്കാനും കുളിക്കാനും ഒക്കെ സ്ഥലമുണ്ട്. വെപ്പും തീനും ഇല്ല. അതിന് ഹോട്ടലിൽ പോണം. എന്തേ? തരക്കേടില്ല. മൗലവിക്ക് അസൗകര്യമാവോ? മൈന പറച്ചിലും മാത്രം വേണ്ട. ഞമ്മക്കിച്ചിരി സൗകര്യക്കേടാണെന്ന് കൂട്ടിക്കോ. എന്നാൽ ഇങ്ങക്ക് കഴിഞ്ഞുകൂടണ്ടേ? പോരെ പഹയ. ഇതും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പ്രതിഷേധം വകവയ്ക്കാതെ പെട്ടി വാങ്ങി ചുമലിലേറ്റി മൗലവി നടന്നു കഴിഞ്ഞു. വഴി നീളെ ഞാൻ മൗലവിയെപ്പറ്റി ആലോചിച്ചു. ഈ മനുഷ്യനും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? എൻ്റെ ജ്യേഷ്ഠനും മൗലവിയും കൂടി ചില പൊതുകാര്യങ്ങളിൽ ഓടി നടക്കാറുണ്ടായിരുന്നു. ജ്യേഷ്ഠൻ മൗലവിയെ കൂടി കൂട്ടുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും അധികം ശരി. ഇയാൾ ജ്യേഷ്ഠനെ എപ്പോഴും ശകാരിക്കുകയും ജ്യേഷ്ഠനെ മറ്റു വല്ലവരും ശകാരിച്ചാൽ അവരുമായി വഴക്കിന് നിൽക്കുകയും എല്ലാ പ്രവൃത്തിയും ഒരു വാശിയോടുകൂടി ചെയ്തു തീർക്കുകയും ചെയ്തിരുന്നതായി എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും പൊതുകാര്യത്തിനു വേണ്ടി പാഞ്ഞു നടന്നിരുന്ന ആളാണ് മൗലവി. എൻ്റെ പൊതുകാര്യ പ്രസക്തിയെ പരിഹസിച്ചിരുന്നു. നിക്കുമോനെ, ഒന്ന് ചോദിച്ചോട്ടെ, അനക്ക് തിരക്കുണ്ടോ? എന്നെ വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി മൗലവി ചോദിക്കും. തിരക്കുണ്ടെന്ന് വെച്ചാൽ പിന്നെ മതി. ഇല്ല, എന്തേ? എൻ്റെ മോൻ ഇപ്പോൾ ഈ ദേശം മാത്രമേ നന്നാക്കാൻ വിചാരിച്ചിട്ടുള്ളൂ, അതോ അയൽദേശം കൂടി നന്നാക്കാൻ കരുതിയിരിക്കുന്നോ? തിരക്കിൻ്റെ സ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ. മൗലവി, നിങ്ങൾക്കൊരു സാമൂഹിക ബോധമില്ലേ? ഞമ്മക്കങ്ങനെ പലതുമില്ലായോ ഉണ്ടെന്ന് കൂട്ടിക്കോ. എൻ്റെ മോൻ ഈ അടുത്ത് ഉടുത്ത മുണ്ട് ആരാ മെങ്ങിയതാ? എൻ്റെ അച്ഛൻ. ഇട്ട കുപ്പായം അച്ഛൻ. അപ്പോൾ മേനൊന്നും മെങ്ങിയില്ല? അതുകൊണ്ട് ബല്ലിച്ച് നയിച്ചുണ്ടാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് മേങ്ങ്, എന്നിട്ട് നാട് നന്നാക്കല്ലേ നല്ലത്. അല്ല, നിങ്ങളും ജ്യേഷ്ഠനും കൂടി സ്കൂളും പഞ്ചായത്തും ബോർഡും ഒക്കെ നന്നാക്കാൻ നടക്കുന്നതോ? പിരാന്ത്, മൗലവി ഉടനെ പറഞ്ഞു. എൻ്റെ ഏട്ടൻ ഓരെ ബല തോണ്ടിക്കൊണ്ടുവരും. അപ്പം പിന്നെ ഞമ്മളെന്തിരുത്താക്കാനാ? അയാളങ്ങോട്ട് കളിയാൻ കഴിയോ? പിന്നീട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. ഏതായാലും എന്നും അയാൾ എന്നെ എതിർത്തിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യനിതാ ഇപ്പോൾ എൻ്റെ പെട്ടിയും ചുമന്ന് മുമ്പിൽ നടക്കുന്നു. എന്താണിതിൻ്റെ ഉദ്ദേശം? അന്നു മുതൽ ഞാൻ മൗലവിയുടെ കൂടെ താമസവും തുടങ്ങി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു ആ വീട്ടിൽ, സ്ഥിരതാമസക്കാരായിട്ട്. ചിലപ്പോൾ 4 പേരുണ്ടാകും. 4-മത്തെ ആൾ ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം വാടകയ്ക്ക് വാങ്ങിയതാണ് ആ വീട്. പക്ഷേ ആ മനുഷ്യൻ മാസത്തിൽ 3 ദിവസമേ വീട്ടിലുണ്ടാകൂ. ആ സൗകര്യം മൗലവി ഉപയോഗപ്പെടുത്തിയതാണ്. എനിക്കും മൗലവിക്കും രാഷ്ട്രീയ നേതാവിനും പുറമെ അവിടെ ഒരു ചെറുപ്പക്കാരനും കൂടി ഉണ്ടായിരുന്നു, മുഹമ്മദ്. അയാളെയും മൗലവി റിക്രൂട്ട് ചെയ്തതാണ്. കൈതക്കൂമ്പ് പോലത്തെ ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ്. ഒരു മുഷിഞ്ഞ വെള്ള ഷർട്ടുമായി ഒരു ചാരുകസേരയിൽ കിടന്ന് മനോരാജ്യം വിചാരിക്കും. ആരോടും അധികമൊന്നും സംസാരിക്കില്ല.
ജീവിതത്തിൻ്റെ തിരക്കിൽ കുറഞ്ഞ പ്രദേശങ്ങളിൽ കൂടി കുന്നുകൂടി അങ്ങ് കടന്നുപോയിക്കൊള്ളയാം എന്നൊരു മട്ടാണവന്.